ഹലോ നമസ്കാരം, എല്ലാവർക്കും ജാഷി വയനാട് സ്റ്റോറീസിലേക്ക് സ്വാഗതം. എല്ലാവർക്കും സുഖമാണെന്ന് വിചാരിക്കുന്നു. നമ്മുടെ ബ്രഹ്മമന്ത്രം അധ്യായം 8 നോവൽ തുടർച്ചയാണ്, മാന്ത്രിക നോവൽ. എല്ലാവർക്കും ഒരിക്കൽ കൂടി സ്വാഗതം. അപ്പോൾ നമ്മുടെ നോവലിലേക്ക്. ഗുരുനാഥനില്ലാത്ത പഠനം അതേതായാലും തന്നെ ഇത്രയിടം വരെ എത്തിച്ചു. ഗുഹയ്ക്കുള്ളിലെ പ്രതിമയിലേക്ക് ബ്രഹ്മദത്തൻ സൂക്ഷിച്ചു നോക്കി. ഇലഞ്ഞിത്തറ തമ്പാൻ്റെ പൂജാമുറിയിലിരുന്ന ഭരദേവതയുടെ പ്രതിമ. ഇത് വീണ്ടെടുക്കണമെന്ന് ഒത്തിരി ആഗ്രഹമുണ്ടായിരുന്നു ഭദ്രന്. പക്ഷെ സാധിച്ചത് തനിക്ക്. അതോടെ ഭദ്രേട്ടൻ്റെ മറ്റൊരാഗ്രഹവും സാധിക്കുമായിരുന്നു താൻ. നരനാരായണൻ്റെ എന്നേക്കുമായുള്ള പതനം, അന്ത്യം ഓർത്തപ്പോൾ ബ്രഹ്മദത്തനിലൊരു പുഞ്ചിരി ഉണ്ടായി. അയാളുടെ അന്ത്യം താനും കണക്കുകൂട്ടിയിരുന്നതാണ്. ക്ഷേത്രത്തിൽ നിന്നും ഭരദേവതയുടെ വിഗ്രഹം മാറുന്നതോടുകൂടി അയാളുടെ ശക്തി പകുതി ക്ഷയിക്കുമെന്ന് ഭദ്രേട്ടൻ പറഞ്ഞിരുന്നു. അതുകൊണ്ട് അയാളെ കൊല്ലാൻ താൻ കണ്ടെത്തിയത് യാമിനിയെയാണ്. ഒരു പാവം പെണ്ണിൻ്റെ കൊലപാതക കഥ കൂടി ചെറുകുന്നത്ത് തറവാടിൽ ഇഴകിച്ചേർന്ന് കിടപ്പുണ്ടെന്നറിഞ്ഞപ്പോൾ പ്രതികാരത്തിൻ്റെ ഏറ്റവും അനുയോജ്യം അവൾ തന്നെയാണെന്ന് തീരുമാനിക്കുകയായിരുന്നു താൻ. അവളുടെ ആത്മാവിനെ സ്വതന്ത്രമാക്കി വിട്ടു. താൻ ഭരദേവതയുടെ പ്രതിമ കൊണ്ടുപോകുന്ന ദിവസം തന്നെ ക്ഷേത്ര നടയിൽ വെച്ച് അപ്രതീക്ഷിതമായി അവൾ നരനാരായണനോട് കണക്ക് തീർത്തു. അയാളുടെ മന്ത്രസിദ്ധിയോ മൂർത്തികളോ ഒന്നും രക്ഷയ്ക്കെത്തിയില്ല. താനും. ഇനി ആ തറവാട്ടിൽ കല്ലിന്മേൽ കല്ലവശേഷിക്കാതെയുള്ള പതനം. അതുകൂടി കാണാതെ അടങ്ങിയിരിക്കില്ല താൻ. ബ്രഹ്മദത്തൻ എഴുന്നേറ്റ് കുളിക്കാനായി ഗുഹാമുഖത്തേക്ക് നടന്നു. അനിരുദ്ധൻ ആശുപത്രിയിൽ നിന്നും ഇനിയും പോയിട്ടില്ല. കുഞ്ഞൻ്റെ ഭാര്യ സുമതിയെ അയാൾ കയറി പിടിച്ച വാർത്ത നാട് മുഴുവൻ പാട്ടായിരിക്കുകയാണ്. അത് കാരണം തറവാട്ടിൽ ആർക്കും പുറത്തിറങ്ങാൻ പോലും കഴിയുന്നില്ല. വിനയപ്രഭയാകട്ടെ ഭർത്താവിൻ്റെ അടുത്ത് പോയതുമില്ല. അവൾക്ക് മറ്റൊരു നാണക്കേടുണ്ടല്ലോ. മാധുരി മുത്തശ്ശിക്ക് മാത്രം സംശയമുണ്ടായിരുന്നു, ഈ തറവാട്ടിൽ നടക്കുന്നതൊന്നും സ്വാഭാവികമല്ലെന്ന്. യാമിനിയുടെ ശക്തി അവർക്കുമേൽ പ്രയോഗിച്ചതായിക്കൂടെ? ഭവത്രതൻ തമ്പി അദ്ദേഹം ഇങ്ങോട്ട് വരാമെന്നും പരിഹാരക്രിയകൾ ചെയ്യാമെന്നും സംബന്ധിച്ചിട്ടുണ്ടെങ്കിലും 1 മാസത്തെ കാലാവധിയാണല്ലോ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത്. അത് പൂർത്തിയാവണമെങ്കിൽ ഇനിയും ഒരാഴ്ച കൂടി വേണം. മാധുരി അങ്ങനെ ചിന്തിച്ച നിമിഷം തറവാടിൻ്റെ ഉത്തരത്തിലിരുന്ന് ഒരു ഗൗളി ചലിച്ചു. അവർ തിരിഞ്ഞു നോക്കിയപ്പോൾ വളരെ വിചിത്രമായ ഒരു പല്ലിയെ കണ്ടു. വൈരം പോലെ തിളങ്ങുന്ന നീല കണ്ണുകളുള്ള ഒരു പല്ലി. പല്ലിയുടെ കണ്ണുകൾ നീല നിറത്തിൽ ആദ്യമായി കാണുകയായിരുന്നു മാധുരി. അവരുടെ നെറ്റി ചുളിഞ്ഞു. എൻ്റെ ശ്രീരാമ ഭഗവാനെ, എന്തൊക്കെ കണ്ടാൽ ഇനി മരിക്കാൻ പറ്റും? പിറുപിറുത്തുകൊണ്ട് മാധുരി തിടുക്കത്തിൽ പിന്തിരിയാൻ ഭാവിച്ചപ്പോൾ ആ പല്ലി നേരത്തെ ഉണ്ടായിരുന്നതിൻ്റെ ഇരട്ടി വലിപ്പമായി കഴിഞ്ഞിരുന്നു. മാധുരി പേടിയോടെ തൻ്റെ മുറിയിലേക്ക് പോയി. ആ പല്ലി നിലത്തേക്ക് വീണു. പിന്നെ 2 കാലിൽ നിവർന്നു. അപ്പോൾ അതിനൊരു മനുഷ്യരൂപം തോന്നിച്ചു. ക്രമേണ ആ രൂപം വളരാൻ തുടങ്ങി. അതിനു ചുറ്റും നേർത്തൊരു പുകമഞ്ഞു പോലെ നിരന്നു. ആ രൂപം ഉത്തരത്തോളമായിരുന്നു. അപ്പോൾ അതിന് യാമിനിയുടെ മുഖം വന്നു. അവൾ അലറിച്ചിരിച്ചു. അതിൻ്റെ അലയൊലികൾ ചെറുകുന്നത്ത് തറവാടിൻ്റെ ചുമരുകൾ വിറകൊണ്ടു. അവിടെയുണ്ടായിരുന്ന സകലരും ഭീതിയാൽ നിലവിളിച്ചു. ഉമ്മറത്തിരിക്കുകയായിരുന്ന വിഷ്ണു ചാടി എഴുന്നേറ്റു. പക്ഷേ ആരോ പിന്നിൽ നിന്നും പിടിച്ചതുപോലെ അവൻ അവിടെ തന്നെ നിന്നുപോയി. യാമിനിയൊന്ന് നിർത്തിവെച്ചിരുന്ന ആക്രമണം വീണ്ടും തുടങ്ങുകയാണോ? ചെറുകുന്നത്ത് തറവാട്ടിൽ അതൊരു തുടർക്കഥയാവുകയാണ്. ആദ്യം അപ്രതീക്ഷിതമായ പൊട്ടിച്ചിരികൾ കൊണ്ടാണ് തറവാട് വിറച്ചിരുന്നതെങ്കിൽ പിന്നീട് അതിന് മാറ്റം വന്നു തുടങ്ങി. ആർക്കും ഉൾക്കൊള്ളാൻ പോലും കഴിയാത്ത സംഭവങ്ങൾ. അതിൻ്റെ ആദ്യ തിക്തഫലം അനുഭവിച്ചതും മാധുരി മുത്തശ്ശി തന്നെയാണ്. രാവിലെ മുഖം കഴുകാനെടുത്ത വെള്ളത്തിൽ ചിലന്തി ചത്തുകിടക്കുന്നു. അത് യാദൃച്ഛികമായിരിക്കാം എന്ന വിചാരത്തിൽ അടുത്ത പാത്രത്തിൽ വെള്ളമെടുത്തപ്പോൾ അതിൽ വലിയ ഒരു പുഴു കിടക്കുന്നു. അപ്പോൾ കേട്ടു അടുക്കളക്കാരിയുടെ നിലവിളി. തറവാട്ടിലുള്ള സകലരും അടുക്കളയിലേക്ക് ഓടിച്ചെന്നു. അവിടെ കണ്ട കാഴ്ച നടക്കുന്നതായിരുന്നു. അടുപ്പത്ത് തിളച്ചു മറിയുന്ന ചോറ്. കലത്തിൽ നിന്നും ഒഴുകുന്നത് കഞ്ഞിവെള്ളമല്ല, പകരം ചുവന്നൊരു ദ്രാവകം, ചോര. അന്ന് തറവാട്ടിൽ ആരും ഭക്ഷണം കഴിച്ചില്ലെന്ന് പറയാം. ചോറ് കുഴപ്പമില്ലാതെ കിട്ടിയാൽ തന്നെ അതിനുള്ളിൽ പനങ്കുല പോലത്തെ നീളമുള്ള മുടിയാകും ഉണ്ടാവുക. ദിവസങ്ങൾ കഴിയുന്തോറും ഇത്തരം സംഭവങ്ങൾ വർദ്ധിച്ചു കൊണ്ടിരുന്നു. ഉണ്ണാനോ ഉറങ്ങാനോ പോലും കഴിയാത്ത അവസ്ഥ. വിഷ്ണു വീണ്ടും മാന്ത്രിക പഠനം തുടങ്ങേണ്ട ദിവസം അടുക്കുകയായിരുന്നു.
അനിരുദ്ധനെ ആശുപത്രിയിൽ നിന്നും വിട്ടയച്ചു. അയാൾ തറവാട്ടിലെത്തിയെങ്കിലും ആർക്കും മുഖം കൊടുക്കാതെ കഴിച്ചുകൂട്ടി. ഇതിൻ്റെ മാതൃമുത്തശ്ശി ഭവത്രതൻ തമ്പിയുടെ കാര്യമോർത്തു. അദ്ദേഹത്തെ പോയി കണ്ടിട്ട് 1 മാസമാകുന്നു. 1 മാസത്തെ ഇടവേളയാണ് അദ്ദേഹം പറഞ്ഞിരുന്നതും. അദ്ദേഹത്തെ പോയി കാണണം. യാമിനി എന്ന ആ യക്ഷിയുടെ കരാളഹസ്തങ്ങളിൽ നിന്നും ഈ തറവാട്ടിൽ അവശേഷിക്കുന്നവരെങ്കിലും രക്ഷിക്കണമെങ്കിൽ അദ്ദേഹം വന്നേ മതിയാവൂ. അടുത്ത ദിവസം അങ്ങോട്ട് പോകണമെന്ന് മുത്തശ്ശി തീരുമാനിക്കുകയും അക്കാര്യം ഇളയ മകൻ ജയകൃഷ്ണനെ വിളിച്ച് പറയുകയും ചെയ്തു. അവനാണെങ്കിൽ നിർവികാര ഭാവത്തിലൊന്ന് മൂളിയതേയുള്ളൂ. കഴിഞ്ഞ ദിവസമാണ് അവൻ രാജിക്കത്തയച്ചത്. ഇനി ജോലി വേണ്ടെന്ന് വളരെ ദിവസം ആലോചിച്ചിട്ടാണ് അവനൊരു തീരുമാനമെടുത്തത്. ഭാര്യ മരിച്ചു, മക്കളുമില്ല. ഇനി ആർക്കു വേണ്ടി ജീവിക്കണം? ഒരു കൊലയാളിയായി മുദ്ര കുത്തപ്പെട്ട തനിക്ക് ഇനി ശിക്ഷ കിട്ടിയാൽ ജോലിയിൽ വേണ്ടെന്ന് വെക്കുകയില്ല, പിരിച്ചുവിടുക തന്നെ ചെയ്യും. അതിലും ഭേദം ജോലി വേണ്ടെന്ന് വെക്കുകയാണ്. ജയകൃഷ്ണൻ ജാമ്യത്തിലിറങ്ങിയിട്ട് ഒരാഴ്ചയെ ആയിരുന്നുള്ളൂ താനും. അടുത്ത നാൾ ഭവിത്രതൻ തമ്പിയെ ചെന്ന് കാണുമെന്ന് മാതൃ മുത്തശ്ശി തീരുമാനിച്ചിരുന്നെങ്കിലും അങ്ങോട്ട് പുറപ്പെടാൻ ഒരുങ്ങിക്കൊണ്ടിരുന്നപ്പോൾ അത്ഭുതം സംഭവിച്ചു. പടിപ്പുര കടന്ന് ഒരു പഴയ അംബാസിഡർ കാർ മുറ്റത്ത് വന്നു നിന്നു. അതിൽ നിന്നും ഇറങ്ങിയ ആളിനെ കണ്ടപ്പോൾ തെക്കേക്കോലായ്ക്ക് മുന്നിൽ നിൽക്കുകയായിരുന്ന ശാലുമോളുടെ നെറ്റി ചുളിഞ്ഞു. കുഞ്ഞിക്കണ്ണുകളിൽ 2 തീക്കനലുകൾ ഇളകി. മുഖം വലിഞ്ഞു മുറുങ്ങി. അദ്ദേഹത്തിൻ്റെ കണ്ണിൽപ്പെടാതെ അവൾ പിന്നിലേക്ക് മാറുകയും ചെയ്തു. ഭവത്രതൻ തമ്പി എത്തിച്ചേർന്ന വിവരമറിഞ്ഞ് മാധുരി മുത്തശ്ശി വേഗമെത്തി. അല്ല, അങ്ങോട്ട് പുറപ്പെടാനായി ഭാവിക്കുകയായിരുന്നു ഞാൻ. അപ്പോഴേക്കും അങ്ങ് വന്നൂലോ. മാധുരിക്കുണ്ടായിരുന്ന സന്തോഷത്തിന് അതിരില്ലായിരുന്നു. 2ാം മുണ്ടെടുത്തൊന്ന് വീശിക്കൊണ്ട് അദ്ദേഹം ഉമ്മറത്ത് കിടന്നിരുന്ന കസേരയിൽ ഇരിക്കുകയും കയ്യിലുണ്ടായിരുന്ന വെള്ളി കെട്ടിയ ചൂരൽ തൊട്ടടുത്ത് കിടന്നിരുന്ന സ്റ്റൂളിൽ വെക്കുകയും ചെയ്തു. അങ്ങോട്ട് വരണ്ടെന്നും ഇങ്ങോട്ട് വന്നുകൊള്ളാമെന്നും ഞാൻ പറഞ്ഞിരുന്നല്ലോ. ഭവിത്രതൻ തമ്പി തിരക്കി. ഉവ്, എന്നാലും ഒരു സ്വസ്ഥതയില്ല ഇവിടെ. അതുകൊണ്ടാ. അങ്ങേക്ക് ഇത്തിരി സംഭാരം എടുക്കട്ടെ? ആയിക്കോളൂ. മാധുരി പിന്തിരിഞ്ഞ് അടുക്കളയിലേക്ക് പോയി. ഭവിത്രതൻ തമ്പി കണ്ണുകൾ കൊണ്ട് ചുറ്റും മുഴിഞ്ഞു. പേരുകേട്ട മാന്ത്രികരുണ്ടായിരുന്ന തറവാടാണെങ്കിലും ഇപ്പോഴത്തെ ഇതിൻ്റെ ഒരു അവസ്ഥയെ. ഇഞ്ചിയും ചെറിയുള്ളിയും ചതച്ചിട്ട് സംഭാരം ഒരു ഓട്ടുമൊന്തയിൽ നിറച്ച് മാധുരി മടങ്ങിയെത്തി. ഭവിത്രതൻ തമ്പി അത് കയ്യിൽ വാങ്ങിയതും ഒന്ന് തുളുമ്പി. അത് ശ്രദ്ധിച്ചുകൊണ്ട് തന്നെയാണ് ചുണ്ടോടടുപ്പിച്ചത്. പക്ഷെ കുടിക്കാനായില്ല. തമ്പി അദ്ദേഹം അതിനുള്ളിൽ സൂക്ഷിച്ചു നോക്കി. സംഭാരത്തിൽ ഒരു മുഖം തെളിഞ്ഞു വന്നു. യാമിനിയുടെ മുഖം. തമ്പി അദ്ദേഹം സൂക്ഷ്മതയോടെ പാത്രത്തിലേക്ക് നോക്കുന്നത് കണ്ടപ്പോൾ വേറൊന്നും മനസ്സിലാകാതെ മാധുരി പറഞ്ഞു, ഇത്തിരി ഇഞ്ചിയും ഉള്ളിയും ചതച്ചിട്ടതാണ്. ഭവത്രതൻ തമ്പി ഒന്ന് മൂളി. അപ്പോൾ യാമിനിയുടെ ചുണ്ടുകൾ ചലിക്കുന്നത് അദ്ദേഹം കണ്ടു. അദ്ദേഹത്തിന് മാത്രം കേൾക്കാവുന്ന ശബ്ദത്തിൽ അവൾ പറയുകയാണ്, എന്നെ തളയ്ക്കാമെന്ന് കരുതേണ്ട തമ്പിയങ്ങുന്നേ. കഴിയില്ല. ഈ തറവാട് മുടിക്കാതെ, ഇവിടെയുള്ളവരെ കൊല്ലാതെ എന്നെ പിടിക്കാൻ കഴിയില്ല. തമ്പി അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ഒരു പുഞ്ചിരി വിടർന്നു. അദ്ദേഹം ഒരു തുള്ളി പോലും ശേഷിക്കാതെ സംഭാരം കുടിച്ചു തീർത്തിട്ട് ഓട്ടുമൊന്ത് തിരികെ കൊടുക്കുകയും ചെയ്തു. ഇനിയിപ്പോൾ എന്താണാവോ ഞങ്ങൾ ചെയ്യേണ്ടത്? മാധുരി ഭവ്യത വിടാതെ തിരക്കി. നാളെ കഴിഞ്ഞാൽ ഇവിടെ വെച്ചൊരു ബന്ധനക്രിയ നടത്തണം. അതിനുശേഷമേ കർമ്മങ്ങൾ ആരംഭിക്കാനാവൂ. തമ്പി അദ്ദേഹം പറഞ്ഞു നിർത്തിയതും മുറ്റത്തിൻ്റെ തെക്കേക്കോണിൽ നിറയെ തേങ്ങകളുമായി നിന്നിരുന്ന ഒരു തെങ്ങിന് തനിയെ തീ പിടിച്ചു. അതിൽ നിന്നും തേങ്ങയും കരിക്കും തുരുതുര അടർന്നു വീണുകൊണ്ടിരുന്നു. മാധുരിയുടെ തൊണ്ടയിൽ ഒരു ആർത്തനാദം കുരുങ്ങി. പക്ഷെ തമ്പി അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ തങ്ങി നിന്നിരുന്ന ചിരി മാഞ്ഞില്ല. ഇതൊന്നും കണ്ട് പരിഭ്രമിക്കേണ്ട മാധുരിയെ, ഇതൊക്കെ കാട്ടിയാൽ എന്നെ ഭയപ്പെടുത്താമെന്ന് കരുതുന്നുണ്ടാവും അവൾ. വെള്ളി കെട്ടിയ ചൂരലുമായി അദ്ദേഹം എഴുന്നേറ്റു. അതിനിടെ മടിയിൽ നിന്നും ഒരു കടലാസ് ചുരുളെടുത്ത് മാധുരിയെ ഏൽപ്പിച്ചു. ബന്ധനക്രിയയുടെ ഒരുക്കങ്ങൾക്ക് വേണ്ട സാധനങ്ങളുടെ കുറിപ്പാണ്. ഒന്നും വിട്ടുപോകാതെ എല്ലാം വാങ്ങിക്കണം. അങ്ങനെ ചെയ്യാം. മാധുരി കുറിപ്പ് വാങ്ങി. മറ്റന്നാൾ സന്ധ്യയ്ക്ക് മുൻപ് ഞാനെത്തും. കൂടുതലൊന്നും പറയാൻ നിൽക്കാതെ തമ്പി അദ്ദേഹം മുറ്റത്തേക്കിറങ്ങി. തെങ്ങിന് നേരെ ആ കണ്ണുകൾ നീണ്ടു ചെന്നു. അതിൻ്റെ തടി പോലും കത്തിയെരിയുകയാണ്. അഗ്നിക്ക് മുകളിൽ ആകാശം മുട്ടുമാറുയരത്തിൽ നിൽക്കുന്ന യാമിനിയുടെ ഭീകരരൂപം അദ്ദേഹത്തിൻ്റെ ഉൾക്കണ്ണുകളിൽ തെളിയുകയും ചെയ്തു. തന്നെ നോക്കി പകയോടെ നിൽക്കുകയാണ് അവളെന്നറിഞ്ഞിട്ടും അദ്ദേഹത്തിൻ്റെ ഉള്ളിൽ ചിരിയായിരുന്നു. ഇക്കാലത്തിനുള്ളിൽ എത്രയോ യക്ഷികളെ തളച്ചിരിക്കുന്നു താൻ. അദ്ദേഹം കാറിൽ കയറി. ഡ്രൈവർ പിന്നോട്ടെടുത്തതും അത് തിരിഞ്ഞു. കാർ പടിപ്പുര കടന്നുപോയി.
ആ ക്ഷണം തെങ്ങിലെത്തി അണയുകയും ചെയ്തു. എന്തെന്നില്ലാത്ത ആശ്വാസമാണ് മാതൃമുത്തശ്ശിക്ക് ഉണ്ടായത്. ഇനി യാമിനിയുടെ വിളയാട്ടം ഈ തറവാടിന് നേരെ ഉണ്ടാകില്ല എന്ന് തന്നെ അവൾ ഉറപ്പിച്ചു. തമ്പി അദ്ദേഹം ഏറ്റിട്ടുള്ള കാര്യങ്ങളൊന്നും ഇതുവരെ നടക്കാതെ പോയിട്ടില്ല. ആ നേരത്ത് അങ്ങകലെ ജലപാതയ്ക്കരികിലുള്ള ഗുഹയിൽ തൻ്റെ മനക്കള്ളുകളിൽ ചെറുകുന്നത്തു തറവാട്ടിൽ നടന്ന കാര്യങ്ങൾ എത്രയും കണ്ടു കഴിഞ്ഞിരുന്നു ബ്രഹ്മദത്തൻ. ഭവത്രതൻ തമ്പി അദ്ദേഹത്തിൻ്റെ ആഗമനത്തോടെ കാര്യങ്ങൾ താൻ കരുതുന്നത് പോലെ ലക്ഷ്യത്തിലെത്തില്ലെന്നൊരു തോന്നൽ അയാൾക്കുണ്ടായി. എന്നാലും അത്ര വേഗത്തിൽ യാമിനിയെ കൊടുക്കാൻ അദ്ദേഹത്തെ താൻ അനുവദിക്കില്ലെന്ന് അയാൾ തീർച്ചപ്പെടുത്തി. ഭവത്രതൻ തമ്പി അദ്ദേഹം തൻ്റെ ശത്രുവല്ല. പക്ഷെ ചെറുകുന്നത്ത് തറവാടിനെ സഹായിക്കുന്ന ആരെയും തനിക്ക് ശത്രുസ്ഥാനത്തെ നിർത്താൻ കഴിയും. ഒറ്റയടിക്ക് വേണമെങ്കിൽ തറവാട് ഭസ്മമാക്കാം, അവിടെയുള്ളവരെയെല്ലാം ചുട്ടരിക്കാം. പക്ഷെ അതുകൊണ്ടാകുന്നില്ലല്ലോ. ചെയ്തതിനൊക്കെ ഇഞ്ചിഞ്ചായി അവിടുത്തെ ഓരോ അംഗങ്ങളും അനുഭവിക്കണ്ടേ? അതിന് വേണ്ടത് സമയമാണ്. ആ സമയം കിട്ടണമെങ്കിൽ തമ്പി അദ്ദേഹത്തിൻ്റെ കർമ്മങ്ങൾക്ക് കാലതാമസം ഉണ്ടാവണം. സ്വയം എന്തോ പിറുപിറുത്തുകൊണ്ട് ബ്രഹ്മദത്തൻ തലയൊന്ന് കുലുക്കി. അപ്പോൾ ചെറുകുന്നത്ത് തറവാട്ടിൽ മാതൃമുത്തശ്ശിക്ക് ചുറ്റും അവിടുത്തെ ശേഷിക്കുന്ന പേരക്കുട്ടികൾ 3 പേരുമുണ്ടായിരുന്നു. വിഷ്ണു, അരുണും ശാലുവും. മുത്തശ്ശി, ആ പോയ ആള് യക്ഷിയെ പിടിക്കുമോ? അരുൺ ഉദ്വേഗത്തോടെ തിരക്കി. പിന്നെ പിടിക്കാതെ? മുത്തശ്ശി അഭിമാനത്തോടെ പറഞ്ഞു. ആരാ തമ്പി അദ്ദേഹം എന്നാ നിങ്ങൾ കുട്ടികൾ കരുതിയത്? ചുട്ട കോഴിയെ പറപ്പിക്കുന്ന ആളല്ലേ? ഓ! വിഷ്ണുവിന് ആശ്ചര്യമായി. എന്നാലും താൻ മന്ത്രവാദം പഠിച്ച് യക്ഷിയെ തളയ്ക്കുമെന്ന് സ്വപ്നം കണ്ടിരുന്നവന് മറ്റൊരാൾ ആ കർമ്മം ചെയ്യുന്നതിൻ്റെ ഇച്ഛാഭംഗം ഉണ്ടായിരുന്നു. എന്താ ഇത് കണ്ടോ? ഈ കടലാസിൽ പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ ഒരുക്കി വച്ചാലുടൻ അദ്ദേഹം ഇങ്ങെത്തും. പിന്നെ കർമ്മങ്ങൾ തുടങ്ങും. അതോടെ യക്ഷി തുള്ളിക്കൊണ്ടുവരില്ലേ മുന്നിൽ? മാതിരി കുറിപ്പടി കുട്ടികളെ കാണിച്ചു. ഷാല മാത്രം ഒന്നും ചോദിക്കാതെ പല്ലുകൾ കടിച്ചിറുക്കി നിൽക്കുകയായിരുന്നു. മുത്തശ്ശി, അപ്പോൾ യക്ഷിയെ നമ്മൾ കാണാൻ കഴിയുമോ? അരുണിൻ്റെ സംശയം തീർന്നില്ല. പിന്നില്ലേ? ഷാലുവിൻ്റെ കണ്ണുകൾ മുത്തശ്ശിയുടെ കയ്യിലിരുന്ന ആ കടലാസ് ചുരുളിൽ പതിഞ്ഞു. അടുത്ത നിമിഷം തീപ്പൊള്ളലേറ്റതുപോലെ അവർ കൈവിരലുകൾ അകത്തി. ആ കടലാസ് താഴെ വീണു. അവർ നോക്കി നിൽക്കരെ അതിൽ തീ പടർന്നു. അധ്യായം 17. ശാലമോളൊഴികെ സകലരും ഞെട്ടിപ്പോയി. മാതൃമുത്തശ്ശിയും അരുണും വിഷ്ണുവും ഭീതിയോടെ തറയിൽ വീണ കുറിപ്പിലേക്ക് നോക്കി. നിമിഷങ്ങൾക്കുള്ളിൽ അത് കത്തിത്തീർന്ന് പെട്രോളിൽ തീ പിടിച്ചതുപോലെ. എൻ്റെ ശ്രീരാമ ഭഗവാനെ, ഇനിയിപ്പോൾ എന്താ ചെയ്യാം? മാതൃ വിലപിച്ചു. തമ്പി അദ്ദേഹം മറ്റന്നാൾ വരുമ്പോൾ എന്തു പറയും? ഷാലു ഗൂഢമായൊന്ന് ചിരിച്ചു. യാമിനിയാണ് ഈ പ്രവൃത്തി ചെയ്തതെന്നറിയാമായിരുന്നു മാതൃ. ഭീതിയോടെ അവർ ചുറ്റും നോക്കി. അടക്കിപ്പിടിച്ച് അവൾ ചിരിക്കുന്നുണ്ടോ? മാധുരിയുടെ വിലാപം കേട്ട് ജ്യോതികയും വിനയപ്രഭയും അങ്ങോട്ട് വന്നു. എന്തിനാ അമ്മയെ കിടന്ന് കാറുന്നത്? അനിഷ്ടത്തോടെ വിനയപ്രഭ ചോദിച്ചു. മാധുരി നെറ്റിയൊളിച്ചു. എങ്കിലും ഉണ്ടായതെല്ലാം ചുരുക്കത്തിൽ അവരോട് പറഞ്ഞു. യാമിനിയുടെ പേര് കേട്ടതും വിനയപ്രഭ വിളറി. ആ കുറിപ്പ് കത്തിപ്പോയതിൽ അവർക്ക് കുണ്ഠിതം തോന്നി. ആ രാത്രിയിൽ ഉറങ്ങാനേ മാധുരിക്ക് കഴിഞ്ഞില്ല. ഓരോ ദുസ്വപ്നങ്ങൾ കണ്ട് അങ്ങനെ കിടന്നു. എങ്കിലും പിറ്റേന്ന് രാവിലെ അവരൊരു തീരുമാനത്തിലെത്തി. ജയകൃഷ്ണനെ തമ്പി അദ്ദേഹത്തിൻ്റെ അടുത്തേക്ക് പറഞ്ഞയച്ച് ഒരു കുറിപ്പ് കൂടി വാങ്ങുക. 7 മണിയായിട്ടും എഴുന്നേൽക്കാതെ കിടന്ന് അവനെ വിളിച്ചെഴുന്നേൽപ്പിച്ചത് മാധുരിയാണ്. എന്താമേ? അപ്പോൾ എഴുന്നേൽക്കേണ്ടി വന്നതിൻ്റെ നീരസമായിരുന്നു അവൻ്റെ ശബ്ദത്തിൽ. മാധുരി കാര്യം പറഞ്ഞു. അവൻ മൂളി. കുറച്ച് കഴിയട്ടെ, ഇനിയും കിടന്നുറങ്ങരുത്. നീ രാവിലെ ചെല്ലാച്ച തമ്പി അദ്ദേഹം എവിടേക്കെങ്കിലും പോയി കളഞ്ഞാലോ? ആ. അവൻ മുറിക്കുള്ളിലേക്ക് കയറിപ്പോയി. 4 കെട്ടിൻ്റെ നടുമുറ്റത്ത് അപ്പോഴൊരു ചുഴലിക്കാറ്റ്. അത്ര ശക്തിയുള്ളതായിരുന്നില്ല അത്. അതുകൊണ്ട് തന്നെ അതിനെ ആരും ശ്രദ്ധിച്ചതുമില്ല. ആ കാറ്റ് പതിയെ ജയകൃഷ്ണൻ്റെ മുറിയിലേക്ക് കയറി. പതിയെ വാതിൽ തനിയെ അടഞ്ഞ് സാക്ഷ വീഴുന്ന ശബ്ദം കേട്ടാണ് ജയകൃഷ്ണൻ തിരിഞ്ഞു നോക്കിയത്. അവനൊന്ന് നടുങ്ങി. എന്തോ പറയാനായി വായ തുറന്നെങ്കിലും ശബ്ദം പുറത്തു വന്നില്ല. മുറിയിൽ തൂണുപോലെ ഒരിടത്തു നിന്നും വട്ടം കറങ്ങുകയാണ് കാറ്റ്. അതിൻ്റെ മുകളറ്റത്ത് ജ്വലിക്കുന്ന ഒരു മുഖം തെളിഞ്ഞപ്പോൾ അവൻ അടിമുടി വിറച്ചുപോയി. യാമിനിയുടെ മുഖം. അതിൻ്റെ പിന്നിൽ പനങ്കുല പോലെ മുടി ഇളകിപ്പറന്നു. ചുവന്നു തിളങ്ങുന്ന കണ്ണുകൾ. അവൾ വായ തുറന്നപ്പോൾ ദംഷ്ടകൾ പുറത്തേക്ക് നീണ്ടു.
രക്തവർണമായ നാവ്, വട്ടം കറങ്ങുന്ന കാറ്റിനടിയിൽ നിന്നും 2 കൈകളും പുറത്തേക്ക് നീണ്ടു. കൂർത്തു വളഞ്ഞ നഖങ്ങളുള്ള കൈകൾ. താനിപ്പോൾ ബോധം കെട്ട് വീഴുമെന്ന് തോന്നി ജയകൃഷ്ണന്. അപ്പോൾ യാമിനി പറഞ്ഞു, നീ ഭവത്രതൻ തമ്പിയുടെ വീട്ടിൽ പോകാൻ പാടില്ല. പോയാൽ അങ്ങെത്തും മുൻപേ നിന്നെ ഞാൻ കൊല്ലും. അതുകൊണ്ട് ഇവിടെ നിന്നിറങ്ങി മറ്റെവിടെയെങ്കിലും പോയി തമ്പിയെ കണ്ടില്ലെന്ന് പറഞ്ഞ് നീ മടങ്ങി പറയണം. മനസ്സിലായോ? തലയാട്ടാനേ അവന് കഴിഞ്ഞുള്ളൂ. വാതിൽ തനിയെ തുറക്കപ്പെട്ടു. കാറ്റ് പുറത്തേക്ക് പോയി. ജയകൃഷ്ണൻ കിടക്കയിലേക്ക് വീണു. തൻ്റെ ചെറുപ്പകാലത്ത് യാമിനി ഈ തറവാട്ടിലെ ജോലിക്കാരിയായി വന്നതിൻ്റെ ഓർമ്മ അപ്പോഴും അവനുണ്ടായിരുന്നു. തൻ്റെ ഏട്ടന്മാരും സുഹൃത്തുക്കളും അവളെ വഞ്ചിച്ചു. അച്ഛൻ പോലും അവളുടെ ശരീരം കടിച്ചു തുപ്പിയിട്ടുണ്ടെന്നാണ് തോന്നുന്നത്. താൻ ഒഴികെ ഈ തറവാട്ടിൽ അന്നുണ്ടായിരുന്നവരെല്ലാം യാമിനിയുടെ മരണത്തിൽ ഓരോ പങ്കു വഹിച്ചിട്ടുള്ളവരാണ്. ഓർത്തോർത്ത് കിടന്ന് അവൻ്റെ കണ്ണുകൾ അടഞ്ഞു. പ്രാതൽ കഴിക്കാൻ നേരത്ത് മാധുരി വീണ്ടും അവനെ തേടി വന്നു. അപ്പോഴും ഉറക്കം തന്നെ. അവർക്ക് ദേഷ്യം വന്നു. ജയകൃഷ്ണ! ശബ്ദം വല്ലാതെ ഉയർന്നു. അവൻ ഞെട്ടി ഉണർന്ന് ചാടി എഴുന്നേറ്റു. അമ്മയ്ക്ക് പ്രായമായി പോയതുകൊണ്ട് ഇനി എന്തു പറഞ്ഞാലും അനുസരിക്കേണ്ടെന്ന് തീരുമാനിച്ചോ നീ? അമ്മേ, അവൻ പരുങ്ങി. വേണ്ട, വേഗം പോയി കുളിച്ചു വന്നോളൂ. യാമിനി പറഞ്ഞത് മനസ്സിൽ മുഴങ്ങി നിൽക്കുകയായിരുന്നുവെങ്കിലും അവൻ പെട്ടെന്ന് കുളിച്ചൊരുങ്ങി. പ്രാതൽ കഴിച്ചു. അനന്തരം കാറിൽ യാത്രയായി. എങ്ങോട്ടൊന്നുമില്ലാത്ത പോക്ക്. അവസാനം എത്തിയത് പട്ടണത്തിൽ. അവൻ വാച്ച് നോക്കി. സമയം 11 മണി. മുന്നിൽ ബാർ എന്ന് ബോർഡ് കണ്ടു. അപ്പോൾ തോന്നി അല്പം മദ്യപിക്കണമെന്ന്. കാർ ഒതുക്കി നിർത്തി അങ്ങോട്ട് കയറി. 1 മണിക്കൂറോളം അവിടെ ചെലവഴിച്ചു. രാവിലെ ആയത് കാരണം തിരക്ക് കുറവായിരുന്നു. ബില്ലും ടിപ്പും നൽകി ഇറങ്ങുമ്പോൾ തലയ്ക്ക് നന്നായി മദ്യം ഏറ്റിരുന്നു. കാറിൽ കയറിയപ്പോൾ പെട്ടെന്നൊരു തോന്നൽ. ഒരു യക്ഷിയെ പേടിച്ച് താൻ തമ്പി അദ്ദേഹത്തിൻ്റെ അരികിൽ പോകാതിരിക്കേണ്ട കാര്യമുണ്ടോ? അദ്ദേഹം വന്ന് അവളെ തളയ്ക്കുന്നെങ്കിലാവട്ടെ, പോവുക തന്നെ. ആ തീരുമാനത്തോടെ കാർ മുന്നോട്ടെടുത്തു. പട്ടണം പിന്നിട്ടു. തിരക്ക് കുറഞ്ഞ വഴി. പെടുന്നനെ ജയകൃഷ്ണൻ റിയർവ്യൂ മീറ്ററിൽ ആ കാഴ്ച കണ്ടു. വിശ്വസിക്കാൻ കഴിയാതെ അവൻ തല പുറത്തേക്കിട്ട് നോക്കി. സത്യമാണ്. അമ്മേ! അറിയാതെ നിലവിളിച്ചു പോയി. ഗറിലിയെ പോലെ തോന്നിക്കുന്ന ഒരു ഭീകരരൂപം. ഒരു കൊന്നത്തെങ്ങോളം ഉയരം, 10 ആനകളുടെ വണ്ണം കാണും. ശരീരം മുഴുവൻ കറുത്ത രോമങ്ങൾ. 2 കാലിൽ കാറിന് പിന്നാലെ അതിവേഗം വരികയാണ്. കാറിനെ കയ്യെത്തിപ്പിടിക്കാൻ ശ്രമിക്കുന്നുണ്ട്. അതിൻ്റെ തുറന്ന വായ്ക്ക് കാറിനെ വിഴുങ്ങാനുള്ള വലിപ്പം. ജയകൃഷ്ണൻ പരമാവധി വേഗത്തിൽ കാർ മുന്നോട്ടോടിച്ചു. അതിനനുസരിച്ച് ആ ഭീകരരൂപത്തിൻ്റെ വേഗതയും കൂടി. കാലുകൾ ശരിക്കും നിലത്തുറപ്പിക്കാതെ പറന്നു വരുന്നത് പോലെ. പെട്ടെന്ന് എന്തൊക്കെയോ തകരുന്നത് പോലെ ഒരു ശബ്ദം. ആ ഭീകരൻ കാർ കയ്യിലുയർത്തി താഴേക്ക് വലിച്ചെറിഞ്ഞു. ചരിഞ്ഞ പ്രദേശമായിരുന്നു അത്. കരണം മറിഞ്ഞ് കാർ താഴേക്ക് പോയി. എതിരെ വന്ന ലോറി മതിലിൽ ഇടിച്ചു നിന്നു. നിയന്ത്രണമില്ലാതെ ഒരു കാർ പാഞ്ഞു വരുന്നത് കണ്ടപ്പോൾ ലോറി ഡ്രൈവർ പരമാവധി സൈഡൊതുക്കിയതാണ്. എങ്കിലും ലോറി കാണാത്ത ഭാവത്തിലാണ് ജയകൃഷ്ണൻ്റെ കാർ അതിൽ വന്നിടിച്ചതും താഴേക്ക് മറിഞ്ഞതും. ഇടിയുടെ ആഘാതത്തിൽ ലോറിയുടെ ഇടതുവശത്തെ മതിലിൽ ചെന്ന് മുട്ടുകയും ചെയ്തു. ഡ്രൈവർ തല പുറത്തേക്കിട്ട് നോക്കി. ഭാഗ്യത്തിന് അയാൾക്കും ക്ലീനർക്കും കാര്യമായൊന്നും പറ്റിയിരുന്നില്ല. കാർ ഒരു കല്ലിൽ തട്ടി ചെരിഞ്ഞു നിൽക്കുന്നു. അവൻ തീർന്നു കാണും. ഇന്ന് ആരെയാണാവോ കണി കണ്ടത്? ഡ്രൈവർ കോപത്തോടെ പറഞ്ഞു. നമുക്കങ്ങ് വിട്ടുപോയാലാശാനെ, ക്ലീനർ തിരക്കി. കോപ്പ്! വണ്ടിയുടെ പണി ചെയ്യാൻ നിന്റെ അപ്പം കാശ് തരൂടാ. മുൻഭാഗം മുഴുവൻ പോയി. മാത്രമോ പോലീസ് വരാതെ വണ്ടി നീക്കിയ കുറ്റം നമ്മുടെ മണ്ടയിലാവും. അത് വേണ്ട. അയാൾ ചത്തൊന്ന് നോക്കണ്ടേ? അത് വേണം. നീ വാ. ഡ്രൈവർ ഡോർ തുറന്ന് റോഡിലേക്ക് ഇറങ്ങി. പിന്നാലെ ക്ലീനറും. അപ്പോൾ ചെറുകുന്നത്ത് തറവാടിൻ്റെ ഉമ്മറത്തെ അരഭിത്തിയിൽ അങ്ങ് വിദൂരതയിലേക്ക് നോക്കി ചിന്തിച്ചിരിക്കുകയായിരുന്നു ശാലുമോൾ. ക്രമേണ അവളുടെ മുഖത്ത് പുഞ്ചിരി തെളിഞ്ഞു. ഭവത്രതൻ തമ്പിയുടെ വീട്ടിൽ 2 വട്ടം പോയി മടങ്ങി വരാനുള്ള നേരം കഴിഞ്ഞിട്ടും ജയകൃഷ്ണനെ കാണാഞ്ഞപ്പോൾ മാധുരി അസ്വസ്ഥയായി. നേരം സന്ധ്യയാകുന്നു. അസ്വസ്ഥയായ മുത്തശ്ശി ഉമ്മറത്ത് കൂടി നടക്കുമ്പോൾ ഷാലു ഒപ്പം കൂടി. എന്താ മുത്തശ്ശി? തമ്പി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ പോയ ജയകൃഷ്ണനെ കാണുന്നില്ലല്ലോ. വല്ല മദ്യവും കഴിച്ചിട്ടാണോ ഇനി പോയത്? അങ്ങനെ വല്ല അപകടം? അവളെ പൂർത്തിയാക്കാൻ സമ്മതിക്കാതെ
മുത്തശ്ശി ശബ്ദമുയർത്തി. ഷാനു, ആവശ്യമില്ലാതെ പറയാൻ നിൽക്കണ്ട. ചെറിയ വായിൽ നിന്ന് വലിയ വർത്തമാനം വരണം കേട്ടോ. നാവ് പഴയ്ക്കുന്നത് എപ്പോഴാണെന്ന് അറിയില്ലല്ലോ. കവിള് വീർപ്പിച്ച് മുത്തശ്ശി ഒന്ന് നോക്കിയിട്ട് ഷാലുമോൾ അവിടെ നിന്നും പോയി. മുത്തശ്ശി പിന്നെയും നടത്തം തുടർന്നു. ഇനി തമ്പി അദ്ദേഹം അവിടെ ഇല്ലെന്ന് വരുമോ? അത് രാവിലെ പോകാൻ പറഞ്ഞതാണ് അവനോട്. അനുസരിക്കണ്ടേ? സത്യത്തിൽ പ്രായമൊന്നും നോക്കാതെ നല്ല പെടവച്ച് കൊടുക്കുകയാണ് വേണ്ടത്. തമ്പി അദ്ദേഹത്തിൻ്റെ വീട്ടിൽ ഫോണുണ്ടോ എന്ന് ചോദിക്കാൻ പറ്റിയില്ല. 10 മിനിറ്റ് കഴിഞ്ഞു കാണും. അകത്ത് ഫോൺ മണിയടിക്കുന്നത് കേട്ടു. ആരോ റിസീവർ എടുത്തിരിക്കും. മണിയടി നിലച്ചിരിക്കുന്നു. അല്പസമയം കഴിഞ്ഞ് ആരോ തിടുക്കപ്പെട്ട് വരുന്നതിൻ്റെ കാലൊടി അച്ച. ജയലക്ഷ്മിയാണ്. ഒരു തേങ്ങലോടെയാണ് അവളുടെ വരവ്. എന്താ ജയ? അമ്മായി. നിലവിളിക്കിടയിലാണ് അവൾ ബാക്കി പറഞ്ഞത്. നമ്മുടെ ജയകൃഷ്ണൻ. മുത്തശ്ശിയുടെ ഹൃദയത്തിൽ ഒരു കലം തിളച്ച വെള്ളം വീണ പ്രതീതി. അവൻ എന്തു പറ്റി? പട്ടണത്തിൽ നിന്ന് പോലീസാണ് വിളിച്ചത്. നമ്മുടെ ജയകൃഷ്ണൻ പോയ കാറ് ഒരു ലോറിയുമായിട്ട് കൂട്ടിയിടിച്ചെന്ന്. അവൻ കുടിച്ചതായിരുന്നു പോലും. മുഴുവൻ കേട്ടില്ല മാതൃ മുത്തശ്ശി. അല്പം മുമ്പ് ഷാലുമോൾ പറഞ്ഞത് മുത്തശ്ശിയുടെ കാതുകൾ കൊട്ടിയടയ്ക്കപ്പെട്ടു. കണ്ണുകളിൽ ഇരുട്ട് കയറി. വല്ലാത്തൊരു നിലവിളിയോടെ അവർ ബോധം കെട്ട് വീണു. എല്ലാം മഷിവെറ്റിലയിൽ എന്ന പോലെ മനസ്സിൽ കാണുകയായിരുന്നു ബ്രഹ്മദത്തൻ. ജയകൃഷ്ണൻ സഞ്ചരിച്ച കാറിന് അപകടമുണ്ടാകുന്നത് വിവരമറിഞ്ഞ് മാതൃമുത്തശ്ശി മോഹാലസ്യപ്പെട്ടു വീഴുന്നത് ഒന്നുറക്കെ ചിരിക്കണമെന്ന് തോന്നി ബ്രഹ്മദത്തിന്. ഏതായാലും നാളെ ഭവത്രതൻ തമ്പി അദ്ദേഹം ചെറുകുന്നത്ത് തറവാട്ടിൽ ബന്ധനകർമ്മങ്ങൾ നടത്തില്ല. അത് മതി. അതുമാത്രമേ താനും ആഗ്രഹിച്ചിരുന്നുള്ളൂ. ബ്രഹ്മദത്തൻ താടി തടവിക്കൊണ്ട് സംതൃപ്തിയോടെ ഒന്ന് ചിരിച്ചു. മകൻ്റെ വിവരമറിഞ്ഞ് ബോധശൂന്യായി നിലം പതിച്ച മാതൃമുത്തശ്ശിയെ ജ്യോതികയെ കൂടി വിളിച്ചു വരുത്തിയാണ് ജയലക്ഷ്മി താങ്ങിപ്പിടിച്ച് മുറിയിൽ കൊണ്ടുവന്ന് കിടത്തിയത്. മുഖത്ത് വെള്ളം തെളിച്ചപ്പോൾ കണ്ണു തുറന്നെങ്കിലും നിലവിളി മാറിയില്ല. എൻ്റെ മോനെ. പെട്ടെന്ന് തന്നെ വീണ്ടും ബോധം പോകും. പിന്നെയും വരും. നിലവിളിക്കും. പിന്നെയും അബോധാവസ്ഥയിലേക്ക്. ജയകൃഷ്ണനെക്കുറിച്ച് കൂടുതലൊന്നും അറിയില്ല. എവിടെ വിളിച്ച് തിരക്കണമെന്ന് ഊഹമൊന്നുമില്ല. അനിരുദ്ധൻ തറവാട്ടിലുണ്ടല്ലോ. പോയി ഒന്ന് അന്വേഷിക്കാൻ പുരുഷനായി അയാൾ മാത്രമല്ലേ ഉള്ളത്. ജയലക്ഷ്മി അനിരുദ്ധൻ്റെ മുറിയിലേക്ക് ചെന്നു. വിവരം പറഞ്ഞു. പക്ഷെ അയാളത് ശ്രദ്ധിച്ചില്ല. ചത്തെങ്കിൽ കുഴിച്ചു മൂടണം, അത്ര തന്നെ. നിസാരമായ മറുപടി. ജയലക്ഷ്മിക്ക് ദേഷ്യം വന്നു. അനിരുദ്ധനെ ഒന്ന് പോയി അന്വേഷിക്കാൻ പറ്റുമോ? ഇല്ല. എങ്കിലത് പറഞ്ഞാൽ പോരെ? ജയലക്ഷ്മി തിരിഞ്ഞു നടന്നു. അനിരുദ്ധൻ പകയോടെ പറയുന്നത് കേട്ടു. എല്ലാത്തിനും കാരണക്കാർ ഈ തറവാട്ടിലുള്ളവരാ. യാമിനി എന്നൊരു പെണ്ണിനോട് മാത്രമല്ല, തലമുറകളായി ഇവർ എന്തുമാത്രം പാവങ്ങൾ ചെയ്തു വിട്ടിട്ടുണ്ടാവും. അതെല്ലാം ഒന്നു ചേർന്ന് ഇപ്പോൾ ആ യക്ഷിയുടെ രൂപത്തിൽ വന്നു ചേർന്നേ ഉള്ളൂ. അനുഭവിക്കണം. അത് ഞാനാണെങ്കിൽ പോലും. ജയലക്ഷ്മി കേട്ടതായി ഭാവിച്ചില്ല. അല്പം കഴിഞ്ഞപ്പോൾ തറവാട്ടിലെ ഫോൺ വീണ്ടും ശബ്ദിച്ചു. ഇത്തവണ ജ്യോതികയാണ് റിസീവർ എടുത്തത്. പട്ടണത്തിലെ ലക്ഷ്മി ഹോസ്പിറ്റലിൽ നിന്നായിരുന്നു. ജയകൃഷ്ണനെ അവിടെ അഡ്മിറ്റ് ചെയ്തിട്ടുണ്ടെന്നും അയാൾ വളരെ അപകടകരമായ അവസ്ഥയിലാണെന്നും എത്രയും വേഗം ആരെങ്കിലും എത്തിച്ചേരണമെന്നും അവിടെ നിന്നും അറിയിച്ചു. എന്തോ ചിന്തിച്ച് ജ്യോതിക ജയലക്ഷ്മിയുമായി സംസാരിച്ചു. ഇരുവരും ആശുപത്രിയിലേക്ക് പോകാൻ തയ്യാറായി. ഞാനും വരുന്നു. എൻ്റെ കുട്ടിയെ എനിക്ക് കാണണം. മാതൃമുത്തശ്ശി ഷാഢ്യം പിടിച്ചു. അതിപ്പോൾ നടക്കുന്ന കാര്യമല്ല അമ്മാവി, ജയലക്ഷ്മി പറഞ്ഞു. ഇവിടെ ഒരു വാഹനം പോലുമില്ല. ഞങ്ങൾ നടക്കാനാണ് തീരുമാനിച്ചിരിക്കുന്നത്. വഴിയിൽ വെച്ച് വല്ല ഓട്ടോയും കിട്ടിയാൽ അതിൽ പോകാലോ. അമ്മാവിയെ നോക്കിക്കൊള്ളണേ വിനയെ. വിനയപ്രഭയുടെ മുറിവാതിക്കൽ ചെന്നെന്ന് ജ്യോതിക പറഞ്ഞു. ഏതോ ഒരു പുസ്തകം വായിച്ചുകൊണ്ട് കിടക്കുകയായിരുന്നു അവൾ. അത് ശ്രദ്ധിച്ചതുപോലുമില്ല. ജയകൃഷ്ണൻ്റെ അപകടമറിഞ്ഞ് തറവാട്ടിൽ ഇത്രയും ബഹളങ്ങളുണ്ടായിട്ടും വിനയപ്രഭ കാര്യം എന്താണെന്ന് തിരക്കുകയോ മുറിവിട്ട് പുറത്തു വരികയോ ചെയ്തിരുന്നില്ല. ജ്യോതികയും ജയലക്ഷ്മിയും വിഷ്ണുവിനെയും കൂട്ടി ആശുപത്രിയിലേക്ക് യാത്രയായി. അവർ പടിപ്പുര കടന്നു പോകുന്നത് ഗൂഢമായൊരു മന്ദഹാസത്തോടെ നോക്കി നിൽക്കുകയായിരുന്നു ഷാലുമോള്. വഴിക്ക് വെച്ച് ഓട്ടം കഴിഞ്ഞു വന്ന ഒരു ടാക്സിക്കാർ കൈ കാണിച്ചു നിർത്തി. അതിലാണ് അവർ ആശുപത്രിയിലേക്ക് പോയത്. അങ്ങെത്തിയിട്ടും ജയകൃഷ്ണനെ ഒരു നോക്ക് കാണാൻ അവർക്ക് അവസരം കിട്ടിയില്ല. കാഷ്വാലിറ്റിയിലായിരുന്നു അവൻ. 48 മണിക്കൂറുകൾ കഴിയാതെ തങ്ങൾക്കൊന്നും പറയാനാവില്ലെന്ന് ഡോക്ടർമാർ തീർത്തു പറഞ്ഞു. രക്തം ധാരാളം നഷ്ടപ്പെട്ടിട്ടുണ്ടെന്നും ഉടനെ അതേ ഗ്രൂപ്പിൽപ്പെട്ട രക്തം വേണമെന്നും അവർ അറിയിച്ചതോടെ അവർ അതിനുള്ള തിരക്കിട്ട് നടന്നു. പിറ്റേന്ന് വൈകിട്ട് ചെറുകുന്നത്ത് തറവാട്ടിലെ വിശേഷങ്ങളൊന്നും അറിയാതെയാണ് ബന്ധനകർമ്മത്തിനായി ഭവത്രതൻ തമ്പി അദ്ദേഹം കാറിൽ പുറപ്പെട്ടു.
ഡ്രൈവറെ കൂടാതെ സഹായി ശങ്കരൻ നായരും കൂടെ ഉണ്ടായിരുന്നു. കാറ് പടിപ്പുര വിട്ടിറങ്ങിയതും ഒരു പക്ഷി ചിലച്ചുകൊണ്ട് കാറിന് മീതെ കുറുകെ പറന്ന് തെക്ക് ഭാഗത്തെ തെങ്ങിൽ ചെന്നിരുന്നതും ഒപ്പമായിരുന്നു. ഭവത്രൻ തമ്പി അദ്ദേഹത്തിൻ്റെ നെറ്റി ചുളിഞ്ഞു. അപശകുനമാണല്ലോ ശങ്കര, ഇന്ന് ബന്ധനകർമ്മം നടക്കില്ലെന്നുണ്ടോ? ശങ്കരൻ നായർ ഭവ്യതയോടെ തമ്പി അദ്ദേഹത്തിൻ്റെ നേരെ തിരിഞ്ഞു. അവിടത്തേക്ക് അങ്ങനെ ഒരു തോന്നലുണ്ടായ സ്ഥിതിക്ക് അടിയൻ എന്താണാവോ പറയേണ്ടത്? യാത്ര തുടരണോ വേണ്ടയോ എന്ന ഭാവത്തിൽ ഡ്രൈവർ തിരിഞ്ഞ് തമ്പി അദ്ദേഹത്തെ നോക്കി. അദ്ദേഹം പുഞ്ചിരിച്ചു. എന്താ അവിടെ ഉണ്ടായിരിക്കുന്നതെന്ന് എനിക്ക് മനസ്സിലാക്കാൻ കഴിയുന്നുണ്ടെങ്കിലും ഇറങ്ങിയ സ്ഥിതിക്ക് അത്രയിടം വരെ പോവുക തന്നെ. വണ്ടി നിർത്തണ്ട, പോയിക്കോട്ടെ. പിന്നീടുള്ള യാത്രക്കിടെ തമ്പി അദ്ദേഹം ഒന്നും മിണ്ടിയില്ല. കണ്ണുകൾ അടച്ച് പിന്നോട്ട് ചാരിയിരുന്നു. എങ്കിലും ആ മുഖത്ത് വിവിധ ഭാവങ്ങൾ മിന്നിമറിയുന്നത് ശങ്കരനാരായണൻ കാണുന്നുണ്ടായിരുന്നു. 5 മണിയോടടുത്ത സമയത്താണ് കാറ് ചെറുകുന്നത്ത് തറവാടിൻ്റെ മുറ്റത്തെത്തിയത്. അതിനുള്ളിൽ ആരാണെന്ന് നേരത്തെ അറിഞ്ഞിട്ടെന്നവണ്ണം ശാലുമോൾ വളരെ വേഗം അവിടെ നിന്നും പിൻവലിഞ്ഞു. അരുണാണ് അകത്ത് തളർന്നു കിടക്കുകയായിരുന്ന മുത്തശ്ശിയെ കണ്ട് കാര്യം അറിയിച്ചത്. പെട്ടെന്ന് ഒരു ശക്തിവിശേഷം ഉണ്ടായിട്ടെന്ന പോലെ മാധുരി എഴുന്നേറ്റ് തമ്പി അദ്ദേഹത്തിൻ്റെ മുന്നിൽ ഓടിയെത്തി. അപ്പോഴും അദ്ദേഹത്തിൻ്റെ ചുണ്ടിൽ ചിരിയായിരുന്നു. ബന്ധനകർമ്മം ഇന്ന് നടക്കില്ല അല്ലേ? ഞങ്ങളെ രക്ഷിക്കണം. മാധുരി കൈകൂപ്പി. എൻ്റെ മോൻ. അവർ ഉണ്ടായതെല്ലാം പറഞ്ഞു. ഭവത്രതൻ തമ്പി തലകുലുക്കി. ഇങ്ങനെ ഒരു അപകടമുണ്ടാക്കിയത് അവൾ തന്നെയാ, യാമിനി. എന്നെക്കൊണ്ട് ഇന്നിവിടെ കർമ്മങ്ങൾ നടത്തിക്കരുതെന്ന് അവൾക്ക് വാശിയായിരുന്നു. അത് നടന്നല്ലോ. തൽക്കാലം അവൾ ജയിച്ചു എന്ന് തന്നെ ഇരിക്കട്ടെ. പക്ഷെ ഇനിയുള്ള ജയം നമുക്ക് മാത്രമായിരിക്കും. മാധുരിയുടെ മുഖത്ത് നേരിയ സന്തോഷമുണ്ടായി. ഭവത്രതൻ തമ്പി കസേരയിലിരുന്നു. അടുത്ത ബന്ധന കർമ്മങ്ങൾ അവൾ തടയാതിരിക്കാൻ ഒരു മുൻകരുതലാവാം ആദ്യം. അതുകൊണ്ട് ഈ തറവാട്ടിലുള്ളവരെല്ലാം ഇങ്ങോട്ട് വിളിക്കുക. ഇവിടെ ഇപ്പോൾ ഞങ്ങൾ 5 ആളുകളേ ഉള്ളൂ. ബാക്കി 3 പേര് ജയകൃഷ്ണൻ്റെ അരികിലാണ്, ആശുപത്രിയിൽ, മാധുരി അറിയിച്ചു. ആയിക്കോട്ടെ, ഇവിടെയുള്ളവരെ വിളിച്ചോളൂ. മറ്റുള്ളവരുടെ കാര്യത്തിൽ എന്ത് വേണമെന്ന് നമുക്ക് പിന്നീട് ചിന്തിക്കാം. ഞാൻ വിളിച്ചോണ്ട് വരാം. മാധുരി അകത്തേക്ക് പോയപ്പോൾ ഭവത്രതൻ തമ്പി സഹായിയെ വിളിച്ചു. ശങ്കരാ. ഓ. ആ വിളിയുടെ അർത്ഥം തിരിച്ചറിഞ്ഞ് അയാൾ പെട്ടെന്ന് കാറിൽ നിന്നും ഒരു വെള്ളിച്ചെല്ലം എടുത്തുകൊണ്ടുവന്ന് ഭവ്യതയോടെ തമ്പി അദ്ദേഹത്തിൻ്റെ കയ്യിൽ വെച്ച് കൊടുത്തു. അകത്ത് ചെന്ന് മാധുരിയെ ആദ്യം വിളിച്ചത് അനിരുദ്ധനെയാണ്. അയാൾ ആദ്യം എതിർപ്പ് പ്രകടിപ്പിച്ചെങ്കിലും പിന്നെ അനുസരിക്കാൻ തയ്യാറായി. അതിനുശേഷം മാധുരി മകളുടെ മുറിയിലെത്തി. വിനയപ്രഭ ചോദ്യഭാവത്തിൽ മാധുരിയെ നോക്കി. ഭവത്രതൻ തമ്പി അദ്ദേഹം വിളിക്കുന്നു. നീ വാ. എന്തിനാ? ഒട്ടും മാർദ്ദവമില്ലാത്ത ചോദ്യം. ആ യക്ഷിയുടെ കൈകൊണ്ട് മരിക്കാതിരിക്കാൻ അദ്ദേഹത്തിന് എന്തെങ്കിലും ചെയ്യാനാവും. ഇങ്ങനെ ജീവിക്കുന്നതിനും ഭേദം മരിക്കുന്നത് തന്നെയാണെന്ന് എനിക്ക് തോന്നുന്നത് എന്ന് പിറുവിറുത്തുകൊണ്ട് വിനയപ്രഭ എഴുന്നേറ്റ് വന്നു. മുത്തശ്ശി അരുണിനെയും വിളിച്ചു. ശാലുമോൾ എന്തിയടാ? അവളെ വിളിച്ചോണ്ട് വാ നീ. ശരി മുത്തശ്ശി. അവൻ ഓടിപ്പോയി. മറ്റുള്ളവർ ഭവത്രതൻ തമ്പിയുടെ മുന്നിലെത്തി. അദ്ദേഹം വെള്ളിച്ചെല്ലം മടിയിൽ വെച്ച് തുറന്നു. അതിനുള്ളിൽ കുറേ രക്ഷകളുണ്ടായിരുന്നു. അദ്ദേഹം അതിൽ നിന്നും 5 എണ്ണം എടുത്ത് കറുത്ത ചരടിൽ കോർത്ത് ഉള്ളം കൈയിൽ വെച്ച് ഇമകൾ പൂട്ടി എന്തോ മന്ത്രം ജപിക്കാൻ തുടങ്ങി. വിനയപ്രഭ മുഖം തിരിച്ചപ്പോൾ അനിരുദ്ധൻ അവളെ നോക്കി നിൽക്കുകയായിരുന്നു. നികൃഷ്ടനായ ഒരു ജന്തുവിനെ കാണുന്ന ഭാവത്തിൽ അവൾ പെട്ടെന്ന് തിരിഞ്ഞു നിന്നു. ഭവത്രതൻ തമ്പി കണ്ണുകൾ തുറന്നു. രക്ഷകൾ ഓരോന്നു വീതം അവരുടെ കൈകളിലേക്ക് ഇട്ടുകൊടുത്തു. ഈശ്വരനെ മനസ്സിൽ ധ്യാനിച്ച് കൈത്തണ്ടകളിൽ ബന്ധിക്കുക. യാതൊരു കാരണവശാലും അഴിഞ്ഞു പോകാതിരിക്കാൻ ശ്രദ്ധിക്കണം. അവർ അനുസരിച്ചു. അപ്പോൾ അരുൺ തിരികെ എത്തി. ശാലുമോളെ കണ്ടില്ല. ഇങ്ങനെ ഒരു പെണ്ണ്. മുത്തശ്ശിക്ക് ദേഷ്യം വന്നു. തമ്പി അദ്ദേഹം അരുണിനും ഒരു രക്ഷ കൊടുത്തു. ശാലുവിലെ കാണാഞ്ഞതിനാൽ അവശേഷിച്ച ഒന്ന് വെള്ളിച്ചെല്ലത്തിൽ തന്നെ വയ്ക്കുകയും ചെയ്തു. മറ്റുള്ളവർക്കായി രക്ഷ ഇവിടെ കരുതി വെച്ചാലോ? മാധുരി മനസ്സിൽ അങ്ങനെ ചിന്തിച്ചതേയുള്ളൂ. ഉടനെ തമ്പി അദ്ദേഹത്തിൻ്റെ മറുപടി വന്നു. ഓരോന്നും ഓരോ വിധിയാണ് മാധുരി. രക്ഷ കരുതി വയ്ക്കുന്നതിൽ അർത്ഥമില്ല. അദ്ദേഹം പുഞ്ചിരിച്ചു. ഏതായാലും അരുൺമോൻ ഒന്നുകൂടി ശാലുവിനെ നോക്കൂ. മുത്തശ്ശി പറഞ്ഞപ്പോൾ അവൻ വീണ്ടും തിരച്ചിൽ തുടങ്ങി. ആ നേരത്ത് ലക്ഷ്മി ഹോസ്പിറ്റലിലെ അത്യാഹിത വിഭാഗത്തിൽ ICUവിലേക്ക് മാറ്റിയ ജയകൃഷ്ണൻ്റെ അരികിൽ നിൽക്കുകയായിരുന്നു ശാലു. പക്ഷേ അവൾ അവിടെ നിൽക്കുന്നത് ഡ്യൂട്ടി ഡോക്ടർക്കോ നഴ്സുമാർക്കോ ഒന്നും കാണാൻ കഴിയുമായിരുന്നില്ല. ജയകൃഷ്ണൻ്റെ നിലയിൽ കാര്യമായ മാറ്റമൊന്നും സംഭവിച്ചില്ല. ശാലു ആ മുഖത്തേക്ക് സൂക്ഷിച്ചു നോക്കി. പെട്ടെന്ന് ജയകൃഷ്ണൻ കൺപോളകളൊന്ന് ചലിച്ചു. ഞൊടിയിടയിൽ ശാലുവിൻ്റെ ശരീരം വളരാൻ തുടങ്ങി. അത് മുറിയുടെ മേൽത്തട്ടിൽ മുട്ടി നിന്നു. അപ്പോൾ അവൾക്ക് യാമിനിയുടെ മുഖമായിരുന്നു. ജയകൃഷ്ണൻ കണ്ണു തുറന്നു. മുന്നിൽ നിൽക്കുന്ന യക്ഷിയുടെ ഘോരരൂപം.
ഒറ്റ അലർച്ചയായിരുന്നു അവൻ. ആ ശബ്ദത്തിൽ ആശുപത്രി വിറകൊണ്ടു. പ്രിയമുള്ളവരെ, നമ്മുടെ ഈ നോവൽ ഇവിടെ തുടരുകയാണ് കേട്ടോ. നമ്മുടെ ഈ നോവലിൻ്റെ അടുത്ത ഭാഗത്തിനായി നമ്മുടെ ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ സബ്സ്ക്രൈബ് ചെയ്യുക, ബെല്ലൈക്കൺ അമർത്തുക. നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് തന്നെയായാലും കമൻ്റായിട്ട് രേഖപ്പെടുത്തുക. എല്ലാവർക്കും ശുഭദിനം.